ഓരോ ജീവിതവും ഓരോ സമർപ്പണമാണ്. സൃഷ്ടാവായ ദൈവത്തിനുള്ള സമർപ്പണം. പൂർണ്ണമായ അർപ്പണത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ചവിട്ടുപടികളാണ് ഓരോ കൂദാശ സ്വീകരണവും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന പരിശുദ്ധ മറിയത്തിൻ്റെ വിധേയത്വം സ്വീകരിച്ച് ഡിനറ്റ് എന്ന സാധാരണക്കാരിയായ മകൾ സിസ്റ്റർ ഗ്രേസ് മേരിയായി അർപ്പണം നടത്തിയതിൻ്റെ 25ാം വാർഷികത്തിൻ്റെ വെള്ളിത്തിളക്കത്തിലായിരിക്കുമ്പോൾ സിസ്റ്റർ ഗ്രേസ് മേരിയോടൊപ്പം ഒരു ചെറിയ തിരിഞ്ഞോട്ടം. നല്ല തമ്പുരാൻ നടത്തിയ വഴികളിലൂടെ നന്ദി നിറഞ്ഞ മനസ്സോടെ ഒരു ഹ്രസ്വയാത്ര നമുക്കൊരുമിച്ച് ചെയ്യാം. 1980 ഒരു ദുഃഖ്രാന തിരുനാളിന് പിറ്റേന്ന് ജൂലൈ 4-ാം തീയതി മറ്റത്തിൽ ബേബിയുടെയും മിസ്സിയമ്മയുടെയും മൂത്ത മകളായി ജനനം. എല്ലാ കുടുംബങ്ങളിലെയും മൂത്ത മക്കളെ പോലെ തന്നെ ഡിനറ്റ് മോളും വീടിൻ്റെ സുഖദുഃഖങ്ങൾ അറിഞ്ഞ് തറവാട്ട് വീട്ടിൽ വല്യമ്മച്ചിയുടെയും വല്യപ്പച്ചൻ്റെയും കണ്ണിലുണ്ണിയായി, കുഞ്ഞനുജത്തി ഷാലറ്റിൻ്റെയും അനുജൻ ജാവിറ്റിൻ്റെയും ചേച്ചിയായി മാതൃകാപരമായി വളർന്നു വന്നു. ഒരുമിച്ചുള്ള ജീവിതത്തിലൂടെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെയും ജ്ഞാനസ്നാനത്തിലൂടെ വിശ്വാസ ജീവിതത്തിൻ്റെയും ഏറിയ പങ്കിന് കാരണമായ വല്യമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈശോയുടെ സന്നിധിയിലേക്ക് യാത്രയായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആനിക്കാംപോയിൽ എന്ന ചെറിയ കുടിയേറ്റ ഗ്രാമത്തിലെ നഴ്സറി സ്കൂളിൽ ആരംഭിച്ച വിദ്യാഭ്യാസം പുതുപ്പാടി ഗവൺമെൻറ് സ്കൂളിലെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ഈശോയോടുള്ള വിളിയോട് സമ്മതം നൽകി 1996 പുതുപ്പാടി സെൻറ് ജോർജ് ഇടവക വികാരി ആയിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പാംബ്ലാനി അച്ഛൻ ഈശോയുടെ കയ്യിലെ ചൂണ്ടുപലകയായി സ്നേഹഗിരി മിഷൻ സിസ്റ്റേഴ്സ് സന്യാസ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നു. ഒരുപാട് സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി കുഞ്ഞു ഡിനറ്റ് മോൾ SMS സമൂഹത്തിൻ്റെ കേന്ദ്രമായ പാലാ സെൻറ്ററിലേക്ക് കടന്നു ചെന്നു. എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എളിയവരെയും ചെറിയവരെയും സ്വീകരിച്ച് ആരുമില്ലാത്തവർക്ക് അവലംബമാകുവാൻ ബഹുമാന്യന എബ്രഹാം കൈപ്പൻ പ്ലാക്കൽ അച്ഛൻ രൂപീകരിച്ച സന്യാസിനി സമൂഹം കരുണയുടെ ആ വീട്ടിലേക്ക് ആയിരങ്ങൾക്ക് കരുതലേകുവാൻ ഡിനറ്റ് എന്ന സഹോദരി കൃപയുടെ മാതാവ് എന്നർത്ഥമുള്ള ഗ്രേസ് മേരി എന്ന പേര് സ്വീകരിച്ച് 2001 ജനുവരി 2 പ്രഥമ സഭാവസ്ത്രം സ്വീകരിച്ചു. തുടർന്ന് 5 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷം 2006 സെപ്റ്റംബർ 17 കർത്താവിൻ്റെ മണവാട്ടിയായി നിത്യവ്രത വാഗ്ദാനം ചെയ്തു. 2001 മാർച്ച് മുതൽ 2001 മെയ് വരെ ശാന്തിഗ്രാം നഴ്സറി സ്കൂളിലും 2002 മെയ് മുതൽ ജൂലൈ 3 വരെ മാണ്ഡിയ മിഷനിലും സേവനം ചെയ്തു. 2003 മുതൽ 2006 വരെ നഴ്സിംഗ് പഠനത്തിനായി ആന്ധ്രാപ്രദേശിലുള്ള വാറങ്കലിലേക്ക് യാത്രയായി. അതിന് തുടർച്ചയായി 2007 മാർച്ച് 7 വരെ 1 വർഷത്തെ തിയോളജി പഠനം MOC കോട്ടയത്തിലും കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് താൻ പഠിച്ച ആതുര സേവനത്തിൻ്റെ ആദ്യ പ്രവർത്തന പരിചയത്തിനായി 2007 മെയ് മുതൽ 2008 മെയ് വരെയും മരിയൻ മെഡിക്കൽ സെൻറ്റർ പാലായിൽ നേഴ്സായി ജോലി ചെയ്തു. 2008 ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള 3 മാസം മലബാറിൽ തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള കാരുണ്യ ഭവൻ ഓൾഡ് ഏജ് ഹോമിൽ വൃദ്ധരും അവശരുമായ മാതാപിതാക്കൾക്കൊപ്പമുള്ള യാത്രയെ തുടക്കം കുറിച്ചു. 2008 നവംബർ മുതൽ 2009 നവംബർ വരെയുള്ള 1 വർഷക്കാലത്തെ SMS ജനറേറ്ററിലെ ഇറ്റാലിയൻ പഠനം കടൽ കടന്നുള്ള സേവന മേഖലകളിലേക്കുള്ള സഹായകരമായി. ജനിച്ച നാൾ മുതലുള്ള പുണ്യകാരുണ്യ മനോഭാവവും പഠിച്ചു നേടിയ ആതുര സേവനവും ഏറെ സഹായിച്ച് വളർത്തിയ പിന്നീടുള്ള നീണ്ട വർഷങ്ങൾ ഇറ്റലിയിൽ. 2009 നവംബർ മുതൽ 2023 ജൂലൈ വരെ ഇറ്റലിയിൽ മിലാൻ ലേഖോയിലുള്ള കെയർ ഹോമിൽ അനേകർക്ക് ആശ്വാസമായി. കരുണയുടെ മാലാഖയായി നീണ്ട 14 വർഷത്തെ സേവനം. ജൂലൈ 2023 ലേഖോയിൽ നിന്നും ട്രാൻസ്ഫറായി പിയാൻസയിലെത്തുകയും ഇപ്പോൾ പിയാൻസ കമ്മ്യൂണിറ്റിയുടെ മദർ സുപ്പീരിയറും ഒപ്പം കെയർ ഹോമിലെ പ്രധാന നഴ്സുമായും സേവനം ചെയ്തു വരുന്നു. ഒരു സ്ത്രീ വിവാഹ ജീവിതം തിരഞ്ഞെടുത്താൽ അമ്മ എന്നും സിസ്റ്റർ എന്നും വിളിക്കാൻ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. എന്നാൽ മനോഹരമായ സന്യാസ ജീവിതത്തിൽ അവർ അനേകർക്ക് അമ്മയും ആയിരങ്ങൾക്ക് സിസ്റ്ററുമാകുന്നു. ഈശോയുടെ വിളിയോടുള്ള സമർപ്പണത്തിൻ്റെ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ സിസ്റ്റർ ഗ്രേസ് മേരിയ ഞങ്ങളുടെ സ്വന്തം ഡിനറ്റ് ചേച്ചിക്ക് എല്ലാ ആശംസകളും. ഇനിയും അനേകാര്യങ്ങൾക്ക് താങ്ങാകാൻ, തണലാകാൻ, കാരുണ്യക്കടലാകാൻ ഈശോ ആയുസ്സും ആരോഗ്യവും നൽകി
അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.